നമസ്കാരം പ്രിയ പ്രേക്ഷകരെ. കൊല്ലം കരുനാഗപ്പള്ളിയിൽ കൊലക്കേസ് പ്രതിയെ പട്ടാപ്പകൽ നടു റോഡിൽ വെട്ടിക്കൊന്നു. അലുവ അതുൽ എന്നയാളാണ് കൊല്ലപ്പെട്ടത്. കൊലക്കേസിൽ ജാമ്യത്തിലിറങ്ങി സ്റ്റേഷനിലെത്തി മടങ്ങുന്നതിനിടെയാണ് അതുലിന് നേരെ ആക്രമണം ഉണ്ടായത്. കരുനാഗപ്പള്ളി ജിം സന്തോഷ് വധക്കേസിലെ ഒന്നാം പ്രതിയാണ് കൊല്ലപ്പെട്ട അതുൽ. കരുനാഗപ്പള്ളി പുതിയ കാവിന് സമീപത്ത് വെച്ചാണ് ആക്രമണം നടന്നത്. അതുൽ സഞ്ചരിച്ച കാറ് ദേശീയപാത നിർമ്മാണത്തിനായി നിർമ്മിച്ച താഴ്ചയിലേക്ക് ഇടിച്ചു വീഴ്ത്തിയ ശേഷമാണ് ആക്രമിച്ചത്. അലുവ അതിലിനെ ഗുരുതരാവസ്ഥയിൽ കരുനാഗപ്പള്ളിയിലെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. എന്നാൽ ആരാണ് ആക്രമണത്തിന് പിന്നിലെന്ന് വ്യക്തമല്ല. 6 പേരടങ്ങുന്ന സംഘമാണ് അതുലിനെ ആക്രമിച്ചത്. ഗുണ്ടാ കുടിപ്പകയാണ് ആക്രമണത്തിന് പിന്നിലെന്ന് സംശയിക്കുന്നു. ഇതിൻ്റെ ദൃശ്യങ്ങളൊക്കെയാണ് പ്രേക്ഷകർ കാണുന്നത്. കരുനാഗപ്പള്ളിയിൽ ഏകദേശം 11:30 ഈ സംഭവം അരങ്ങേറിയത്. കാണാൻ പറ്റും, ദേശീയപാതയിൽ പമ്പിന് സമീപം നിരവധി CCTV ഉള്ള ദൃശ്യങ്ങളുള്ള സ്ഥലത്താണ് ഇങ്ങനെ ഒരു ആക്രമണം നടന്നത്. കാർ ഇടിച്ചു വീഴ്ത്തുകയായിരുന്നു. കുഴിയിലേക്കാണ് കാർ പതിച്ചത്. ഉടനെ പിന്നിൽ നിന്ന് വന്ന കാറിൽ നിന്നിറങ്ങിയ 6 പേരടങ്ങുന്ന സംഘമാണ് ഈ അതുലിനെ ആക്രമിച്ചത്. അതിനുശേഷം 6 പേരും തിരിച്ചു പോകുന്ന ആ ദൃശ്യമാണ് പ്രേക്ഷകർ കാണുന്നത്. ഇന്നലെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഇതറിഞ്ഞുകൊണ്ട് ആളുകൾ, യാത്രക്കാരായിട്ടുള്ളവരും നാട്ടുകാരെല്ലാം ഈ വാഹനത്തിൻ്റെ അടുത്ത് തടിച്ചുകൂടി നിൽക്കുന്ന ദൃശ്യങ്ങളൊക്കെയാണ് പ്രേക്ഷകർ കാണുന്നത്. പട്ടാപ്പകൽ നടന്ന ഈ ഞെട്ടിക്കുന്ന സംഭവം കേട്ട് കരുനാഗപ്പള്ളിക്കാർ ഞെട്ടിത്തരിച്ചുപോയി എന്നാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും വലിയൊരു സംഭവം തന്നെയാണ് കരുനാഗപ്പള്ളിയിൽ ഈ പുതിയ കാവിൽ നടന്നത്. കൊക്കയിലോട്ട് നിർമ്മാണ പ്രവർത്തനം നടക്കുന്ന ദേശീയപാതയിലെ കൊക്കയിലോട്ട് മറിച്ചിട്ടതിന് ശേഷം ഇടിച്ചിട്ടതിന് ശേഷമാണ് ആക്രമണം നടന്നത്. ന്യൂസ് ഇന്ത്യ 24 കൊല്ലം.